പ്രിയങ്കല എന്ന തത്സമയം നടക്കുന്ന പ്രാർത്ഥനയുടെയും ആരാധനയുടെയും 2537ാമത്തെ ദിവസം ഈ രാത്രിയിൽ നമ്മൾ എത്തി നിൽക്കുന്നത്. നമുക്കറിയാം ഈ തത്സമയം നടക്കുന്ന പ്രാർത്ഥന ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നും അനേകം പ്രിയപ്പെട്ട ഹാർവസ്റ്റ് കേരളത്തിലൂടെയും യൂട്യൂബിലൂടെയും ഈ തത്സമയമായി നമ്മളോട് കൂടെ പങ്കെടുക്കുന്ന ഈ രാത്രിയിലും ഞങ്ങളുടെ കൂടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും ക്രിസ്തുയേശുവിൻ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദൈവ തിരുവനന്തപുരത്ത് കർത്താവ് നമുക്ക് ഉറപ്പ് തരുന്നു. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയുമാകുന്നു. ഇന്ന് രാത്രിയിൽ നമ്മയും നമ്മുടെ കുടുംബാംഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നാം ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എൻ്റെ ദൈവമായ യഹോവേ, നീ ഏറ്റവും വലിയവൻ. കർത്താവായ യേശു അവിടുന്ന് ഏറ്റവും വലിയവനായിരിക്കാൽ, കർത്താവെ അവിടുന്ന് അത്ഭുതങ്ങളുടെ ദൈവമായിരിക്കൽ, അതിശയങ്ങളുടെ ദൈവമായിരിക്കാൽ അങ്ങയുടെ സമീപത്തേക്ക് ഞങ്ങൾ ഓടി വരുന്ന കർത്താവെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ സഹായം എവിടെ നിന്ന് വരും? ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യേശുവിൽ നിന്ന് വരുന്നല്ലോ കർത്താവെ. ഇന്ന് രാത്രിയെങ്കിൽ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് രാത്രികൾ രോഗികൾ സൗഖ്യമായി തീരട്ടെ കർത്താവെ. പ്രത്യേകിച്ച് കർത്താവ് ചില വിഷയങ്ങളായിരിക്കുന്നവർ ഇന്ന് രാത്രി ഞങ്ങളോടൊപ്പം പങ്കെടുക്കുന്നുണ്ടല്ലോ കർത്താവെ. അവരുടെ വിഷയങ്ങൾക്ക് ഇന്ന് രാത്രി മറുപടി ലഭിക്കട്ടെ കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അവരായിരിക്കുന്ന മണ്ഡലങ്ങൾ കർത്താവെ വിടുതലെന്ന് പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് വഴിയും വാതിലും അവർക്ക് വേണ്ടി തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രായമുള്ള വ്യക്തികളെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ബലവും സഹായം അവരോട് കൂടെ ഇരിക്കണം കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് അവരെ ഒരു അനുഗ്രഹമാക്കി തീർക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് നിൽക്കുക. ദൈവം നമ്മളെ അത്ഭുതകരമായിട്ട് വഴി നടത്തുന്ന 2013 ഫെബ്രുവരി 1-ാം തീയതിയില പ്രിയങ്കൽ എന്ന ശുശ്രൂഷ ആരംഭിച്ചത്. അന്നു മുതൽ ഇന്ന് വരെയും സ്വർഗത്തിലെ ദൈവം നമ്മോട് കൂടെ ഇരുന്നു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. പ്രിയങ്കലിൽ നാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു, നമ്മൾ കുടുംബമായി മറ്റുള്ളവർക്ക് വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നാം പ്രിയങ്കലിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്നൊരു യേശുവുണ്ട്. ആ ഉറപ്പോടെ ധൈര്യത്തോടെ കുടുംബാംഗങ്ങൾ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വീണ്ടും നമ്മെ അറിയിക്കുന്നു, നമ്മുടെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിനും കർത്താവ് മറുപടി നൽകി തരുന്നു. ഇത് വാട്സപ്പിലൂടെ വിമല അറിയിച്ച ഒരു വിഷയം മറുപടി ഇങ്ങനെയായിരുന്നു. അനിയത്തിൻ്റെ ഹസ്ബൻഡിന് കിഡ്നിയിലും ഹാർട്ടിന് ഇൻഫെക്ഷൻ RCC ട്രീറ്റ്മെൻറ്റിലൂടെ അദ്ദേഹം കടന്നുപോയി. അപ്പോൾ തന്നെ വളരെ സീരിയസ് സ്റ്റേജിൽ എത്തി നിൽക്കുമ്പോൾ വീണ്ടും പ്രിയങ്കലിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി അറിയിച്ചു, ചേർന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതകരമായ മാറ്റം അദ്ദേഹത്തിന് കർത്താവ് നൽകി കൊടുത്തു. പ്രാർത്ഥിച്ച എല്ലാ കുടുംബാംഗങ്ങൾക്കും നന്ദി അറിയിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ ആ വ്യക്തിയുടെ പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി വീണ്ടും പ്രാർത്ഥനയും ചോദിച്ചിരിക്കുന്നു. സിനിബ്രദർ, ഇത് പൂവത്തൂരിൽ നിന്ന് ലഭിച്ച ഒരു സാക്ഷ്യമാണ്. സഹോദരിക്ക് ചെസ്റ്റിൽ മുഴയായിരുന്നു. RCCയിൽ പോകുന്നതിന് മുന്നേ പ്രേയിങ് കേരളയിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായിട്ട് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ടെസ്റ്റ് റിപ്പോർട്ടിൽ അങ്ങനെ ഒരു മുഴ പോലും അവിടെ ഇല്ല എന്ന് ലഭിച്ചു. ആമേൻ. പ്രാർത്ഥിച്ച ഏവർക്കും, പ്രത്യേകിച്ച് പ്രവർത്തിച്ച ദൈവത്തിനും പ്രാർത്ഥിച്ചവർക്കുമുള്ള നന്ദി അറിയിക്കുന്നു. ക്യാൻസർ രോഗത്തിലൂടെ കടന്നു പോകുന്ന അനേകം പ്രിയപ്പെട്ടുണ്ട്. വിവിധ സ്റ്റേജിലെത്തിയവർ പല ട്രീറ്റ്മെന്റിലൂടെ ഒക്കെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ക്യാൻസർ രോഗികളുടെ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കും. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ വരെ വലിയ പ്രയാസങ്ങളിലൊക്കെ കടന്നു പോകുന്ന വിവരങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ഇത് ഇടുക്കി ജില്ലയിൽ നിന്നും നമ്മൾ ഒരു സഹോദരി അറിയിച്ചത് ഇങ്ങനെയാണ്. ഫാദറിലോ അദ്ദേഹത്തിൻ്റെ സോഡിയം വളരെ കുറഞ്ഞു, ആഹാരം കഴിക്കത്തില്ല, തളർന്നു പോയൊരു സ്റ്റേജിൽ അദ്ദേഹത്തിന് യൂറിൻ അറിയാതെ പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ വളരെ വിഷമത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് പ്രിയങ്കലിനെ കുറിച്ച് അറിയാൻ ഇടയായത്. പ്രിയങ്കലിനെ കുറിച്ച് അറിയുന്നത് എന്താ? പ്രിയങ്കലിൽ പ്രാർത്ഥിച്ചാൽ യേശു പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. പ്രിയങ്കലിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇവിടെ അറിയിച്ചു. നാം ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. യേശു അദ്ദേഹത്തിന് സൗഖ്യം നൽകി കൊടുത്തു. യൂറിൻ കൺട്രോൾ ഇല്ലാതെ പോകുന്ന സ്ഥിതിക്ക് മാറ്റം വന്നു. ഇപ്പോൾ നല്ല ബോധത്തോടെ ആഹാരം കഴിക്കുന്ന നല്ല ആരോഗ്യവും കർത്താവ് നൽകി കൊടുത്തു. പ്രാർത്ഥിച്ച എല്ലാ കുടുംബാൾക്കും നന്ദി അറിയിച്ചിരിക്കുന്നു. സിനിബ്രദറെ, യേശുവിന് അസാധ്യമായിട്ട് ഒരു കാര്യവുമില്ലല്ലോ. കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിക്ക്, ഇത് കൊല്ലത്തുനിന്ന് ലഭിച്ച സാക്ഷ്യമാണ്, കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിക്ക് ശമ്പളം ലഭിക്കുന്നില്ലായിരുന്നു. ആ സമയത്താണ് ഇദ്ദേഹം പ്രിയങ്കയുടെ നമ്പർ കൊടുത്ത് അദ്ദേഹം ആ നമ്പറിൽ വിളിച്ച് പ്രാർത്ഥനാ വിഷയം അറിയിച്ചു. അന്ന് തന്നെ ലഭിക്കാതെ കിടന്ന എല്ലാ ശമ്പളവും ലഭിച്ചു. പ്രാർത്ഥിച്ച ഏവർക്കുമുള്ള നന്ദി അറിയിക്കുന്നു. സാറേ, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഓൾട്ടറിൽ പ്രിയങ്കയുടെ ആരംഭ ദിവസം മുതൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞ കുടുംബാംഗങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എതിരിക്കുന്ന 18 ലക്ഷത്തോളം വ്യക്തികളുടെ കുടുംബങ്ങളുടെ വിവരങ്ങൾ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് പ്രിയങ്കയുടെ നേരിട്ട് പങ്കെടുക്കുന്ന
പ്രിയപ്പെട്ട അവരുടെ വിഷയങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ പങ്കെടുക്കുന്ന കുടുംബാംഗങ്ങൾ മറ്റുള്ളവരെ പ്രിയങ്കയെ കുറിച്ച് അറിയിച്ച് പ്രിയങ്കയിൽ പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന യേശുവുണ്ട് എന്നുള്ള ഉറപ്പും ധൈര്യം കൊടുത്ത് അങ്ങനെ പ്രാർത്ഥിക്കേണ്ടി വിളിച്ചു പറഞ്ഞവരുടെ വിവരങ്ങൾ ഇതിനകത്തുണ്ട്. ഇന്ന് രാത്രി നമുക്കൊന്നിച്ച് ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിന് അത്ഭുതമായ വിടുതലും സൗഖ്യവും ഓരോരുത്തരും അനുഭവിക്കേണ്ടതിനായി വീണ്ടും നാം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗിന്നില്ല പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഓരോ വിഷയങ്ങളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവിന്റെ നാമത്തിൽ പ്രത്യേകിച്ച് 2013 ഫെബ്രുവരി മാസം 1-ാം തീയതി ലഭിച്ച ആദ്യത്തെ വിഷയം തൊട്ട് കർത്താവേ, ഈ നിമിഷം വരെ കർത്താവേ, ഈ ഓൾട്ടറിലായിരിക്കുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവേ, അങ്ങയുടെ അത്യന്ത ശക്തി ഓരോ വ്യക്തികളിലേക്കും ഇറങ്ങട്ടെ കർത്താവേ. അങ്ങയുടെ സൗഖ്യദായക ശക്തി, ഉടൻ പുറപ്പെടുന്ന അങ്ങയുടെ ശക്തി കർത്താവ് ഓരോ വ്യക്തികളിലേക്കും കടന്നു വന്നിട്ട് അവർ സൗഖ്യമായി തീരട്ടെ കർത്താവ്. ശിരസ് മുതൽ ഉള്ളംകാല് വരെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവർ സൗഖ്യമായി തീരട്ടെ എന്ന് ഞങ്ങൾ കൽപ്പിക്കുന്നു കർത്താവേ. ക്യാൻസറുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി മുട്ടുമടക്കട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ഓരോ സെല്ലും കർത്താവേ സൗഖ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വർഷങ്ങളായിട്ട് കർത്താവേ വൈദ്യന്മാർ ഉപേക്ഷിച്ച വിഷയങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരമവൈദ്യനായ യേശുവെ അങ്ങയുടെ കരം തൊട്ട് ഇപ്പോൾ അവരെ സൗഖ്യമാക്കിയാട്ട് കർത്താവേ. അതുപോലെ തന്നെ കർത്താവേ, ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവിധ പ്രഷർ രോഗങ്ങളും എല്ലാവിധ ഡയബറ്റീസ് രോഗങ്ങളും എല്ലാവിധ കർത്താവേ കൊളസ്ട്രോൾ രോഗങ്ങളും ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവർ ഇപ്പോൾ സൗഖ്യമായി തീരട്ടെ കർത്താവേ. മാനസിക മണ്ഡലങ്ങൾ കർത്താവേ, ശാരീരിക മണ്ഡലങ്ങൾ, ആത്മീയ മണ്ഡലങ്ങൾ അവർ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതുപോലെ തന്നെ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന വിഷയങ്ങൾ കർത്താവേ ഈ ഓൾട്ടറിൽ ഉണ്ടല്ലോ കർത്താവേ. ഓരോ വിഷയങ്ങളെ തമ്പുരാനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ അതിൽ നിന്ന് പുറത്തു വരട്ടെ കർത്താവേ. അതുപോലെ ബന്ധനങ്ങളായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, യൗവനക്കാരുണ്ട് കർത്താവേ. അവരെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവർ സ്വതന്ത്രരായി തീരട്ടെ കർത്താവായ യേശു ക്രൂശിൽ തികച്ചെടുത്ത സൗഖ്യവും വിടുതലും ഓരോ വ്യക്തികളിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. രാത്രി ചേർന്ന് ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ നമ്മൾ പാർക്കുന്നു എങ്കിലും ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനുള്ളൊരു സൗകര്യമാണ് പ്രേയിങ് കേരള എന്ന ഈ വിശാല കുടുംബത്തിൽ കർത്താവ് മാധ്യമത്തിൻ്റെ സഹായത്തിലൂടെ, ടെക്നോളജിയുടെ സഹായത്തിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ച ഒരു വ്യക്തി, ഈ 8 വയസ്സുള്ളൊരു കുഞ്ഞായിരുന്നു. അതിന് ന്യൂമോണിയ കൂടി വളരെ സീരിയസ് സ്റ്റേജിൽ 2 ആഴ്ചകൾ ബോധം നഷ്ടപ്പെട്ടു, ഹോസ്പിറ്റലിലും മറ്റുമായിരുന്നു. അപ്പോൾ ആ കുഞ്ഞ് അവസാനം മരിച്ചു എന്ന് ഡോക്ടേഴ്സ് വന്ന് അറിയിക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ ഇവരോട് ആരോ
പറയുന്നു, പ്രേയിങ് കേരളയിൽ ചേർന്ന് പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന യേശുണ്ട്. ഈ രാത്രിയിൽ നമ്മുടെ ധൈര്യം അത് തന്നെയാണ്, പ്രവർത്തിക്കുന്ന യേശു. ഹല്ലേലൂയ. ഈ രാത്രി നമ്മുടെ ഉറപ്പത പ്രവർത്തിക്കുന്ന യേശു. ഹല്ലേലൂയ. ഏത് നിമിഷവും അപ്പോൾ അവർ ഇവിടേക്ക് വിളിച്ചു, പ്രാർത്ഥന സഹായം തേടി, നമ്മൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിച്ചു. 100-ൽ അവസാനിക്കുന്ന നമ്പറിലേക്ക് തിരിച്ചു വിളിച്ച് അവരറിയിച്ചിരിക്കുന്നത് എപ്പോൾ പ്രാർത്ഥിച്ചുവോ ആ സമയം തന്നെ ആ കുഞ്ഞ് കണ്ണു തുറന്നു സൗഖ്യത്തോടെ ആയിരിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. കോവിഡ് നിമിത്തം ഒരുപാട് പേര് വെല്ലുവിളികളിലൂടെയും മരണത്തിലൂടെയും വിഷമങ്ങളിലൂടെയും ഒക്കെ പോയിക്കൊണ്ടിരിക്കുക. ആർക്കും ആരുടെയും സാഹചര്യത്തെ നിർവചിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരിക്കുന്ന വേളയിൽ ഇവരുടെ അമ്മ കോവിഡ് നിമിത്തം വെന്റിലേറ്ററിലായി വളരെയധികമായി വിഷമിക്കുമ്പോഴാണ് പ്രേയിങ് കേരളയിൽ ചേർന്ന് പ്രാർത്ഥിക്കുവാൻ മിസ്സസ് മോളി തയ്യാറായത്. ഇടുക്കി ജില്ലയിൽ നിന്ന് പ്രേയിങ് കേരളയിൽ ചേർന്ന് പ്രാർത്ഥിച്ച് സന്നിധിയായ കർത്താവിൻ്റെ തിരുവെഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തും. നിങ്ങൾ ഭൂമിയിൽ 2 പേർ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിന് ഈ അമ്മയെ നമുക്ക് കാണണ്ട, ഈ അമ്മയുടെ അടുത്തേക്ക് നമ്മൾ പോകാൻ സൗകര്യമുള്ളപ്പോൾ നമുക്ക് പോകണം, വേണ്ട എന്നല്ല. പക്ഷെ സ്ഥലത്തിനും ആ ദൂരപരിധിക്ക് അപ്പുറത്തേക്ക്, ആ സമയപരിമിതിക്ക് അപ്പുറത്തേക്ക് ലോകത്തിൻ്റെ ഏതു രാജ്യത്താണെങ്കിലും അവിടുത്തെ തിരുവെഴുത്തിൽ വായിക്കുന്നത് പുറപ്പെടുന്ന ദൈവശക്തി. ഈ രാത്രി നമുക്കൊന്നിച്ച് കോവിഡ് ബാധിതരായ രോഗികൾക്കായി ആകാശത്തിൻ്റെ കീഴിൽ ഒരു പുരുഷനോ ഒരു സ്ത്രീയോ ഒരാണോ പെണ്ണോ എവിടെയെങ്കിലും ഈ രോഗനിമിത്തം വിഷമിക്കുന്നു എങ്കിൽ അവരുടെ സൗഖ്യത്തിനായി ഈ രാത്രി നമ്മൾ പ്രേയിങ് കേരള കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സണിച്ചൻ പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഞങ്ങളുടെ അപ്പനാണല്ലോ, ഞങ്ങളുടെ പരമപിതാവാണല്ലോ കർത്താവേ. കോവിഡ് ബാധിച്ച ഓരോ മക്കളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവകൃപ, ദൈവശക്തി, രോഗം സൗഖ്യമാക്കുന്ന ദൈവശക്തി ഇപ്പോൾ ആ മക്കളുടെ മേൽ ഇറങ്ങട്ടെ. യേശുക്രിസ്തുവിൻ്റെ സൗഖ്യത്തെ ഇപ്പോൾ മകൻ്റെ മേൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. ആ ലങ്സ് ഇപ്പോൾ ക്ലിയർ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ന്യൂമോണിയ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, എല്ലാം ക്ലിയർ ആകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റിലൂടെ പോകുന്ന അനേക മക്കളുണ്ട്, എന്തായി തീരുമെന്ന് പേടിച്ചിരിക്കുന്നവരുണ്ട്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യവും വിടുതലും ജീവനും ആ മക്കളുടെ മേൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം കർത്താവേ. പുറപ്പെടുന്ന ദൈവശക്തി, അതെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ദൈവം, പ്രവർത്തിക്കുന്ന യേശു കർത്താവ് ഇപ്പോൾ ഈ മക്കളുടെ മേൽ ഇപ്പോൾ വന്ന് സൗഖ്യമാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കൊണ്ട് ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ കുടുംബാംഗങ്ങളെ ഇന്ന് രാത്രി വീണ്ടും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സാമ്പത്തികമായ വലിയ വെല്ലുവിളികളിലൂടെ കടന്നു പോകുന്ന അനേകം പ്രിയപ്പെട്ടിട്ടുണ്ട്. ബാങ്കിൽ നിന്നൊക്കെ ചെറിയ തുകകളൊക്കെ ചെറുതായിട്ട് വലുതായിട്ട് തുകകളൊക്കെ എടുത്തിട്ട് അത് സമയത്ത് അടയ്ക്കുവാൻ പറ്റാതെ വലിയ തുകയും കൂടെ പലിശയായി വലിയ തുക ഇപ്പോൾ അടയ്ക്കുവാനും ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നു, പക്ഷെ അത് അടയ്ക്കുവാനില്ലാതെ ജപ്തിയുടെ ഒക്കെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബാംഗങ്ങളുണ്ട്. ഇന്ന് രാത്രിയിൽ നമുക്കൊന്നിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ആ ജപ്തിയിൽ നിന്നൊക്കെ ദൈവം അവരെ വിടുവിക്കട്ടെ, കടത്തിൽ നിന്ന് ദൈവം അവരെ വിടുവിക്കട്ടെ, ദൈവപ്രവൃത്തി അവിടെ
വെളിപ്പെട്ട് ഫിലിപ്പിയർ 4:19 നമ്മൾ വായിക്കുന്നു, ക്രിസ്തുവേശുവിലൂടെ നമ്മുടെ സകല ആവശ്യങ്ങളെയും പൂർത്തീകരിച്ചു തരുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ കുടുംബാംഗങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വലിയ വെല്ലുവിളികളോടെ കടന്നു പോകുന്നുണ്ട്. ഒരു പക്ഷേ ട്രീറ്റ്മെൻറ്റ് ആവശ്യത്തിന് സാമ്പത്തികമില്ലാതെ വിഷമിക്കുന്നതായിരിക്കും, മക്കളുടെ പഠന ആവശ്യത്തിന് സാമ്പത്തികമില്ലാതെ വിഷമിക്കുന്നതായിരിക്കും, വീടിൻ്റെ പണിയുടെ ആവശ്യമായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലെ മറ്റ് ചെലവുകൾക്ക് അത് പണമില്ലാതെ വിഷമിക്കുന്നവരുമാകാം. നമ്മുടെ കുടുംബങ്ങളുടെ സാമ്പത്തിക ആവശ്യം എന്ത് തന്നെയാണെങ്കിലും ഇന്ന് രാത്രി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കട്ടെ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഓൾട്ടറിൽ ഈ ഏറ്റവും ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ഈ ഒരു അടുക്ക് എന്ന് പറയുന്നത് 2021 ജനുവരി 1 തീയതി മുതൽ 31 തീയതി വന്ന ആ ഒരു മാസത്തെ മാത്രം പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്കറിയാം. കഴിഞ്ഞ മാസം അനേകം പ്രിയപ്പെട്ട സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർ പ്രാർത്ഥനാ വിഷയം അറിയിച്ചു. ആ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ ഓൾട്ടറിലുണ്ട്. ഇതിന്മേൽ കരങ്ങൾ വെച്ച് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ജനുവരിയിൽ നമ്മൾ പ്രാർത്ഥിച്ച ഒരു വിഷയത്തിൻ്റെ മറുപടി ഇത് 29/1/2021 ജനുവരി 29 തീയതി വന്നതിങ്ങനെ ഈ മാതാവിൻ്റെ പേര് പറയേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു. മകളുടെ പഠന ആവശ്യത്തിന് വേണ്ടി 4 ലക്ഷം രൂപ ബാങ്കിൽ നിന്നും ലോൺ എടുത്തു. പക്ഷെ അത് അടയ്ക്കുവാൻ കഴിഞ്ഞില്ല. 8 ലക്ഷത്തോളം രൂപ ഇപ്പോൾ മൊത്തത്തിൽ ഇവർക്ക് അത് അടയ്ക്കുവാനില്ലാതെ വളരെ വിഷമിക്കുക. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ പ്രേയിങ് കേരളയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടത്. നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ദിവസം ഇവിടെ അറിയിച്ചത് ഇപ്പോൾ ബാങ്കിൽ നിന്ന് ഒരു അറിയിപ്പ് വന്നത് 2.5 ലക്ഷം രൂപയ്ക്ക് ഇത് ലോൺ ക്ലോസ് ചെയ്ത് കൊടുക്കാം എന്ന് അറിയിച്ചിരിക്കും. ആ പണം ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥന ചോദിക്കും. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ കുടുംബാംഗങ്ങളെ ഏൽപ്പിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് കർത്താവേ ഈ വിഷയത്തെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ ആ പ്രതിബന്ധങ്ങളെ മായ്ച്ചു കളയുവാൻ കഴിവുള്ള ദൈവത്തിന്റെ അത്ഭുതകരം ഇന്ന് രാത്രിയിൽ വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ലോൺ എടുത്തത് തിരിച്ചടയ്ക്കുവാൻ കഴിവില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ ഇതിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടതെന്ന് അരുളി ചെയ്ത ദൈവമേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇതിന്റെ കരങ്ങളിൽ സമർപ്പിക്കുക. യേശുവിന്റെ നാമത്തിൽ തക്ക സമയത്ത് വീട്ടുവാൻ വേണ്ട വഴികൾ അവർക്ക് ഒരുങ്ങി വരട്ടെ. തടസ്സമായി നിൽക്കുന്ന സാഹചര്യങ്ങൾ വിട്ടുപോകട്ടെ. കർത്താവെ, ലോണുകൾ ഇളച്ചു കൊടുക്കുവാൻ ഗവൺമെന്റിനകത്തെ കർത്താവെ അതിനുള്ള വഴികൾ തുറക്കേണ്ടതിനായി ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവമഹത്തോടെ വെളിപ്പെടുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ചേർന്ന് പ്രാർത്ഥിച്ച വിഷയം ഇതായിരുന്നു. അദ്ദേഹത്തിൻ്റെ വൈഫിന് അയർലൻഡിലേക്ക് പോകാൻ ശ്രമിച്ചിട്ടും അത് നടക്കാതെ വന്നു. നമുക്കറിയാം, ഒരുപാട് പ്രിയപ്പെട്ടവർ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാൻ. നല്ലൊരു ജോലി കിട്ടണം, നല്ല രീതിയിൽ ജീവിതം സെറ്റിൽഡായി തീരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്. അതിനുവേണ്ടി പല പരിശ്രമങ്ങൾ നടത്താൻ തുടങ്ങിയിട്ടും വർഷങ്ങളായി. കൂനിന്മേൽ കുരു എന്നതുപോലെയാണ്. അങ്ങനെ കാത്തിരുന്ന് തടസ്സത്തിലൂടെ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് കോവിഡ് വന്ന് എല്ലാം തകിടം മറിഞ്ഞിരിക്കുന്ന ഈ അന്തരീക്ഷത്തിലും ഇവർ ചെയ്തത് യേശുവിൽ അർപ്പിച്ച വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ യേശു അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് മിസ്റ്റർ മനുവിന് ചെങ്ങന്നൂരുകാർ അവർക്ക് വിശ്വാസമായി. യേശുവിൻ്റെ സന്നിധിയിൽ രണ്ടുപേർ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിനും മറുപടി നമുക്ക് ലഭ്യമാണ് എന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം പ്രേയിങ് കേരളയിലേക്ക് ഈ പ്രാർത്ഥന വിഷയം അറിയിച്ചു. നമ്മൾ ഒന്നിച്ചേർന്ന് പ്രാർത്ഥിച്ചു. അയർലൻഡിലേക്ക് പോകുവാനുള്ള വീസ എല്ലാം ശരിയായി എന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. ഇനി ഹസ്ബൻഡിന് ഹൂസ്റ്റണിൽ അവിടെ ഒരു എക്സാം മകന് ഹൂസ്റ്റണിൽ ഒരു എക്സാം എഴുതി. പക്ഷെ വളരെ ടഫായ ഒരു എക്സാം ആയിരുന്നു. ഈ വിഷയത്തിന് വേണ്ടി പ്രേയിങ് കേരള ചേർന്ന് പ്രാർത്ഥിച്ചു. അനേകർക്ക് ലഭിക്കാത്ത ഒരു നല്ല സ്കോർ ആ മകന് ലഭിക്കുവാൻ ഇടയായി. പ്രാർത്ഥിച്ച എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ നന്ദി സ്നേഹവും അറിയിക്കുന്നു. There are several hundreds of people or millions of people who have lost their jobs. They have no income right now and people are going from bad to worse and though they knock from pillar to post. ഓരോ വാതിലും അവർ മുട്ടുന്നു
എങ്കിലും അവർ കഷ്ടതയിൽ നിന്ന് ദുരിതത്തിലേക്കും ദുരിതത്തിൽ നിന്ന് വിഷമത്തിൻ്റെ അങ്ങേ അറ്റത്തേക്കും പൊക്കോണ്ടിരിക്കുമ്പോൾ ഈ രാത്രി നമുക്കൊന്നിച്ച് ജോലി ലഭിക്കേണ്ടവർക്കായി പ്രാർത്ഥിക്കണം. We will pray for everyone who is jobless, that God will bless them with good jobs, good income. അവരെ അനുഗ്രഹിക്കണം. And there are millions of people trying to do some kind of businesses to generate an income. ഒരു വരുമാനം ഉണ്ടാക്കേണ്ടതിന് ചെറുതും വലുതുമായ ബിസിനസ്സുകൾ ഒക്കെ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. But we know that everything is stand still nature now. എല്ലാം ഒന്ന് നിന്നു പോയിരിക്കുന്ന, നിലച്ചു പോയിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കുന്നത്. That we will pray that God will open new doors, new opportunities, new ways, new divine connections to them. Yes. That stagnancy will leave them. God's flow will come. Blessings of the Lord will enrich everyone. And again, we need to pray for people who have lost their jobs and businesses. ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, ബിസിനസ്സുകൾ നഷ്ടപ്പെട്ടവരുണ്ട്, ആൻഡ് സ്പെഷ്യലി ഡ്യൂ ടു COVID-19 ആൻഡ് ഓൾ ഇറ്റ്സ് ആഫ്റ്റർമാത്ത്. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ലെറ്റ്സ് ഓൾ പ്രേ ദാറ്റ് ഗാഡ് വിൽ ബ്ലസ് എവ്രിവൺ. ന്യൂ ഡോർസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് വിൽ കം ടു പീപ്പിൾ. ഇന്ന് രാത്രി ഞങ്ങളോടൊപ്പം ചേർന്ന് ഒന്നിച്ച് പ്രാർത്ഥിച്ച കർത്താവെ, കോവിഡ് നിമിത്തമാണെങ്കിലും അല്ലെങ്കിലും ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കണം, ബിസിനസ് പൊട്ടിപ്പോയവർക്ക് ബിസിനസ്സുകൾ ഉയർച്ചയിലേക്ക് വരണം, വരുമാനമില്ലാത്തവർക്ക് വരുമാനങ്ങൾ ഉണ്ടാകണം. ഈ രാത്രി നമ്മൾ ഒന്നിച്ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, Lord Jesus, I just give you thanks and praise, Lord, for this evening, Lord, for giving this opportunity to pray for each and every brother and sisters, Lord. We pray as a family together, Lord, for each and every person, Lord Jesus, in India and abroad, Lord. I pray for jobs that's been shut down, Lord, for each and every person, Lord, will be opened up for them, Lord, this evening. I pray, Lord Jesus, the miracles of the Lord will be shown upon these people right now, Lord God, as we pray. Almighty Father, you are the God who does miracles, Lord. You hearken unto each and every prayers, Lord Jesus. We pray for each and every person, Lord, right now, Lord, where the doors have been shut upon them, Lord. I pray in your mighty name will be open, Lord, for each and every one, Lord. I pray for opportunities, Lord, to rise up for each and every one, Lord. I pray for financial, Lord. I pray financial increase for each and every one, Lord. Whoever is receiving the salaries on time, Yes. I pray tonight, Lord Jesus, all of the salaries will be paid in double, Lord Jesus. Will be paid in full, Lord God Jesus. I pray, Lord Jesus, once again, Lord, each and every businessman, businesswoman, Lord. I pray, Lord Jesus, business shall be open for them right now, Lord. I pray the export, import, each and every one will be open for them, Lord. And all this I ask in your holy name. I pray, amen, Lord. എല്ലാ ദിവസവും രാത്രി 7 മുതൽ 8 വരെ ഈ ഹാർവസ്റ്റ് കേരളത്തിലൂടെയും യൂട്യൂബിലൂടെയും ലോകരാജ്യങ്ങൾക്ക് എത്തിച്ചേരുന്നത് പോലെ തന്നെ തിങ്കൾ മുതൽ ശനി വരെ എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 7 വരെ ഹാർവസ്റ്റ് TV-യിലും യൂട്യൂബിലൂടെയും തത്സമയമായിട്ട് ലോകരാജ്യങ്ങൾക്ക് എത്തിച്ചേരുന്നു. ഇതുകൂടാതെ എല്ലാ മാസത്തിൻ്റെയും 2ാമത്തെ ആഴ്ചയിലെ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ നമ്മുടെ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയും ലോകരാജ്യങ്ങൾക്ക് ഇതേ ഹാർവസ്റ്റ് TV-യിലൂടെയും യൂട്യൂബിലൂടെ എത്തിച്ചേരുന്നുണ്ട്. ഈ വരുന്ന ആഴ്ചയിലെ വ്യാഴം വെള്ളി ശനി, അതായത് 11, 12, 13
3 തീയതികളിൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നുണ്ട്. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. ഉപവാസ പ്രാർത്ഥന വലിയ വിടുതലുകൾ, സൗഖ്യങ്ങൾ, അനുഗ്രഹങ്ങൾ ഓരോരുത്തരും അനുഭവിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ചും നമുക്ക് ഇപ്പോൾ ഈ സമയത്ത് പ്രാർത്ഥിക്കേണ്ട പലവിധമായ അടിമത്തങ്ങളിൽ കിടക്കുന്ന പ്രിയപ്പെട്ടുണ്ട്. നമുക്ക് ടെലിഫോൺ ലൈനിൽ ഇരിക്കുമ്പോൾ അറിയാം, കൊച്ചു കുഞ്ഞുങ്ങൾ, ഈ പഠിക്കുന്ന കുട്ടികൾ വരെ പ്രാർത്ഥനാ വിഷയങ്ങൾ മാതാപിതാക്കൾ അറിയിക്കുന്നുണ്ട്. അവർ മൊബൈൽ ഫോൺ അഡിക്റ്റാണ്, വീട്ടിൽ ഒരു കാര്യം ശ്രദ്ധിക്കുന്നില്ല, ഭയങ്കരമായ ദേഷ്യം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിളിക്കണം. അപ്പോൾ തന്നെ മറ്റ് പിതാവിൻ്റെ മദ്യപാനം, സഹോദരൻ്റെ മദ്യപാനം, അതിൻ്റെ മദ്യപാനമൊക്കെ മാറാൻ വേണ്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടിയൊക്കെ വിളിച്ച് വരുന്നുണ്ട്. അപ്പോൾ തന്നെ മദ്യപിക്കുന്ന പ്രിയപ്പെട്ടവൻ വിളിച്ച് പറയുന്നുണ്ട്, എൻ്റെ മദ്യപാന ശീലം മാറേണ്ടതിന് അതിൽ നിന്നൊരു സ്വാതന്ത്ര്യം എനിക്ക് ലഭിക്കേണ്ടതിൻ്റെ ഒക്കെ പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മദ്യപാനത്തിൽ നിന്ന് മറ്റേത് അടിമത്തങ്ങളിലാണ്, വേണ്ടാത്ത ബന്ധങ്ങളായിരിക്കാം, ദേഷ്യ സ്വഭാവമായിരിക്കാം, എന്ത് തന്നെയാണെങ്കിൽ അതിൽ നിന്നൊരു പൂർണ്ണമായിട്ടൊരു വിടുതൽ കർത്താവ് അവർക്ക് നൽകി കൊടുക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, പുത്രൻ ഒരുവനെ സ്വതന്ത്രനാക്കിയാൽ അവൻ സാക്ഷാൽ സ്വതന്ത്രനാകുന്നു. യേശു നൽകുന്ന സ്വാതന്ത്ര്യം അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അവർ അനുഭവിക്കുന്നു. അവർക്കും മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമാകേണ്ടതിന് വേണ്ടി ഇന്ന് രാത്രി നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സണിച്ചായി പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ അടിമത്തിലൂടെ കടന്നു വന്ന അനേക മക്കളുണ്ട്, പ്രത്യേകിച്ച് മദ്യപാനത്തിലൂടെ കടന്നു വന്ന അനേക മക്കളുണ്ട്. അവർക്ക് അവിടുന്ന് അതിൽ നിന്ന് പിന്തിരിയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. അപ്പോൾ അവിടുന്ന് അവരെ സഹായിക്കുമാറാണ് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു കംപ്ലീറ്റ് വിടുതൽ ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, അതുകൂടാതെ കർത്താവെ ഡ്രഗ്സ് അഡിക്ഷൻ, കഞ്ചാവ്, അതുപോലെ ഉള്ള മരുന്നുകൾക്ക് അടിമയായ അനേകം മക്കളുണ്ട്. അവർക്ക് വേണ്ടിയെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ദൈവത്തിന്റെ വിടുതൽ ഞങ്ങൾ അവരുടെ മേൽ പ്രഖ്യാപിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവർ സ്വതന്ത്രരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ TV അഡിക്ഷൻ, സിനിമ അഡിക്ഷൻ, അതുപോലെ രാത്രിയിലൊക്കെ സിനിമ കാണുന്നവരുണ്ട്, ഫോൺ അഡിക്ഷൻ ഉള്ളവരുണ്ട്. യേശുവിന്റെ നാമത്തിൽ അവരുടെ ആ ബന്ധനത്തിൽ നിന്നവരെ വിടിവിക്കുമാറാണെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യെശയ്യാവ് 49, 24, 25 വചനങ്ങൾ ഇപ്പോൾ ആ മക്കളുടെ മേൽ അയച്ചു പ്രാർത്ഥിക്കുന്നു. ആ കംപ്ലീറ്റ് ഒരു വിടുതൽ ഇപ്പോൾ തന്നെ അവർക്ക് ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവിധ വേറെ വല്ല സ്വഭാവത്താൽ അനുഭവപ്പെട്ടവരുണ്ട് കർത്താവെ. എപ്പോഴും നാക്കെടുത്താൽ കർത്താവെ അഴുക്ക് അസഭ്യങ്ങൾ വരുന്ന മക്കളുണ്ട്. അവർക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിൽ നിന്നൊക്കെ ഒരു പൂർണ്ണ വിടുതൽ യേശുവിന്റെ നാമത്തിൽ അവർക്ക് ഇപ്പോൾ ഞങ്ങൾ കൽപ്പിക്കുന്നു. ഈ രാത്രി സമയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ബന്ധിതരെ വിടുവിക്കാൻ അങ്ങ് ഇറങ്ങി വന്നെങ്കിൽ അങ്ങയുടെ ശക്തി ഇപ്പോൾ മക്കളുടെ മേൽ ഇറക്കി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Be free in the mighty name of Jesus Christ. Mighty name of Jesus Christ. ഇപ്പോൾ മക്കളുടെ മേൽ ഞങ്ങൾ കൊണ്ടുവരുന്നു. അവരവരിൽ സ്വതന്ത്രരാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവം മക്കളായി ഓരോരുത്തരും തീരട്ടെ. നിന്റെ ശക്തി അവരുടെ മേൽ പ്രവഹിക്കുന്നതിനായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. Verse number 7 says, the Lord shall preserve you from all evil. He shall preserve your soul. Verse number 8 again says, the Lord shall preserve your going out and your coming in
from this time forth and even forevermore. 121 സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. Psalms 121 verse 7 and 8. The Lord shall preserve you from all evil. He shall preserve your soul. The Lord shall preserve your going out and your coming in from this time forth and even forevermore. The word preserve comes 3 times in this one psalm of 8 verses. അവസാനത്തെ സങ്കീർത്തനം 121ന്റെ 7ഉം 8ഉം വചനങ്ങളിൽ പ്രിസർവ് എന്ന വാക്ക് 3 പ്രാവശ്യമാണ് ആവർത്തിച്ച് പറയപ്പെട്ടിരിക്കുന്നത്. പരിപാലിക്കുക എന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നു. ആ വാക്കിൻ്റെ അർത്ഥം ഇറ്റ്സ് ഷാമാർ എന്ന എബ്രായ പദത്തിൽ നിന്ന് ആ വാക്ക് വന്നിരിക്കുന്ന ഷാമാർ, SHAMAR എന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങളിൽ എഴുതാൻ പറ്റുന്ന ഒരു എബ്രായ പദമാണ്, വിച്ച് മീൻസ് പ്രൊട്ടക്ട് വിത്ത് ആൻ ആനിമൽ അറ്റൻഷൻ. ഒരു മൃഗത്തിന് ഒരു നായ ഉദാഹരണമായിട്ട് എത്ര ഗാഢമായ ഉറക്കമാണെങ്കിലും ചെറിയ ആ അന്തരീക്ഷത്തിലുണ്ടാകുന്ന ആ തരംഗത്തിൽ വരുന്ന മാറ്റങ്ങൾ പോലും മതി ഒരു നായെ ഉണർന്നു വരുവാൻ. അതിൻ്റെ യജമാനെയും അതിൻ്റെ ചുറ്റുപാടുമുള്ളതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അത് ജാഗരൂകരായി തീരുന്നു. Animal, I mean, the Lord shall preserve you. The word preserve comes from the root word in Hebrew shamar, SHAMAR. മലയാളത്തിൽ പ്രിസർവ് എന്ന വാക്കിന് കൊടുത്തിരിക്കുന്നത് പരിപാലിക്കും എന്നുള്ള ആ വാക്കാണ്. ആ പരിപാലിക്കും എന്നുള്ള വാക്ക് ഹീബ്രു പദം അത് ഷാമാറാണ്. ഷാമാർ എന്ന വാക്കിന്റെ അർത്ഥം ഒരു മൃഗം എത്രമാത്രം സൂക്ഷ്മതയോടെ ശത്രുവിനെ നേരിടുന്നോ അത്രത്തോളമാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും വളരെ സൂക്ഷിക്കുന്നത്. യജമാനൻ ആ ശത്രുവിനെ തിരിച്ചറിയുന്നതിന് മുൻപ് തിരിച്ചറിഞ്ഞ് സഹായവുമായി എത്തിച്ചേരുന്ന ഒരു നല്ല ഒരു നായ പോലെ നമുക്ക് മനസ്സിലാകാനാണ് ഞാൻ ആ ഉദാഹരണം ആ നായ എന്നവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വാട്ട് ഐ മീൻ ടു സേ ഈസ് tonight we have enough and more reasons to be afraid of. The whole world is turning in such a way that nobody has an answer tonight. ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യത്തിൽ ഭയപ്പെടുവാനും ഭീതിയാൽ നിറയപ്പെടുവാനുമുള്ള സാഹചര്യമാണ് നമ്മുടെ ചുറ്റുമുള്ളത്. The news that comes to us, the news that we read, the news that we watch, everything is in pain, affliction, confusion, problems. Everybody though is smart, nobody has an answer. നമ്മൾ എന്ത് കേട്ടാലും ന്യൂസ് പേപ്പർ വായിച്ചാലും ശരി, TV ന്യൂസിൽ കൂടെ എല്ലാം നമ്മളെ ഭയപ്പെടുത്തുന്ന വാർത്തകളാണ് നമ്മൾ ഓരോ മണിക്കൂറും കേട്ടുകൊണ്ടിരിക്കുന്നത്. The question at the end of the day is how will I be protected in this situation? ചോദ്യം ഇതാണ്, ഈ സാഹചര്യത്തിൽ നമ്മെ രക്ഷിക്കുന്നത് ആര്? Will I be protected from COVID-19 and all its after effects? ഈ COVID-19 എന്ന മഹാമാരിയിൽ നിന്നും ഞാൻ സംരക്ഷിക്കപ്പെടുവോ? Will I be protected from the robbers? ഞാൻ കള്ളന്മാരിൽ നിന്നും എനിക്കൊരു സുരക്ഷിതത്വം Will my ലഭിക്കുമോ? family be saved? Will my children be saved? Will my husband be saved? Will my wife be saved? എൻ്റെ ഭർത്താവ് സംരക്ഷിക്കപ്പെടുമോ? എൻ്റെ കുഞ്ഞുങ്ങൾ സംരക്ഷിക്കപ്പെടുമോ? എൻ്റെ കുടുംബം സംരക്ഷിക്കപ്പെടുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് പലപ്പോഴും നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. Will someone trap my husband, my wife, my children, my parents? എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ മക്കളെ, എൻ്റെ ഭർത്താവിനെ വല്ലവരും ചതിക്കുമോ? But Bible says God wants to preserve you, or you and I have a God in Jesus. He will preserve us with an animal attention. എന്നാൽ പ്രിയരെ, ദൈവവചനം പറയുന്നു കർത്താവ് നമ്മുടെ ഗമനത്തെയും ആഗമനത്തെയും സൂക്ഷിക്കും. നമ്മെ എപ്പോഴും സൂക്ഷിക്കുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. Let's pray tonight, Lord, protect me, oh God, preserve me, my family, my children, my nation and the nations around the world. ഈ രാത്രി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ തലമുറകളെയും എൻ്റെ അയൽവാസികളെയും എൻ്റെ ദേശത്തെയും ഞാൻ ആയിരിക്കുന്ന എൻ്റെ സംസ്ഥാനത്തെയും രാജ്യത്തെയും
സകലത്തെയും കർത്താവേ യേശുവേ അവിടുന്ന് സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ Preserve പ്രാർത്ഥിക്കുന്നു. my present, preserve my future as well, oh God. കർത്താവേ എൻ്റെ ഭാവിയെ കർത്താവ് സംരക്ഷിക്കണം. I am worried, I am anxious. I don't find an answer and nobody has an answer for me either, oh God. കർത്താവേ, എനിക്ക് ഒരു മറുപടിയില്ല. ലോകത്തിൽ ആർക്കും തന്നെ എൻ്റെ ഭാവിയെക്കുറിച്ചോ എൻ്റെ നാളെക്കുറിച്ചോ ഒരു ഉറപ്പും പറയാനില്ലാതിരിക്കുമ്പോൾ, Lord Jesus, preserve me, Lord. Come on, let's pray together. യേശുവേ അവിടുന്ന് പരിപാലിക്കണമേ കർത്താവേ. യേശുവേ അങ്ങാണ് പരിപാലിക്കുന്ന ദൈവം. രാവും പകലും അവിടുന്ന് ഉറങ്ങാത്തവനായി മയങ്ങാത്തവനായി അവിടുന്ന് ഞങ്ങളെ പരിപാലിക്കുവാൻ വിശ്വസ്തനായ ദൈവമാകയാൽ സ്തോത്രം. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രാർത്ഥിച്ചൊരു വിഷയം, വെള്ളിയാഴ്ച അമ്മ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ICUവിലായി, ന്യൂമോണിയ വളരെ സെക്കൻഡ് സ്റ്റേജിൽ മരിച്ചു പോകും എന്ന് ഡോക്ടേഴ്സ് അറിയിച്ച വേളയിൽ ഈ പ്രാർത്ഥനാ വിഷയം പ്രേയിങ് കേരളയിലേക്ക് വിളിച്ചു പ്രാർത്ഥിച്ചു. നമുക്കറിയാം, ഉള്ള മെഡിക്കൽ സയൻസ് സൗകര്യങ്ങൾ ഒന്നും തന്നെ പ്രയോജനപ്പെടാതെ വരുമ്പോൾ യേശുവിൻ്റെ മുഖത്ത് നോക്കിയ ഈ കുടുംബത്തിന് ഇന്നു രാത്രി പറയുവാനുള്ളത് പ്രേയിങ് കേരളയിൽ ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതങ്ങളുടെ ദൈവം. ഇവർ ദൂരെയാ, പ്രാർത്ഥിക്കുന്നവരൊക്കെ പുറത്ത്, ICUവിലും വെന്റിലേറ്ററിലും ഒക്കെ പുറത്ത്. പക്ഷെ പുറത്തു നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അകത്തുപോയി സൗഖ്യമാക്കുന്ന ഈ യേശു, oh the God in Jesus who can protect us, protect our family, our children, our future, our tomorrows. Amen. Sing together, hallelujah, hallelujah, oh hallelujah. Jesus wants to guarantee you that your protection is the job of God himself. സ്വർഗ്ഗത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവം നമുക്ക് ഉറപ്പ് തരുന്നു, നമ്മെ രാവും പകലും യേശു കർത്താവ് നമ്മളെ പരിപാലിക്കും, സൂക്ഷിക്കും. So let's trust the word of the living God. അതുകൊണ്ട് പ്രിയരെ, നമുക്ക് ദൈവവചനത്തിൽ മാത്രം വിശ്വസിക്കാം. Ask for his grace and power to come into our body, our mind, our thought process. കർത്താവിനോട് പറഞ്ഞാട്ടെ, കർത്താവേ, എനിക്ക് ലോക ജീവിതത്തിൽ മറ്റൊന്നുമല്ല ആവശ്യം, ദൈവത്തിന്റെ കൃപ കൊണ്ട് എന്നെ അവിടുന്ന് പൊതിയണമേ. Fill me, Lord, with your strength and power over the anxieties that I have, Lord. യേശുവേ, ആശങ്കയുടെ നടുവിലും അവിടുത്തെ കൃപ കൊണ്ട്, ബലം കൊണ്ട് അവിടുന്ന് എന്നെ അണിയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Strengthen me, Lord, as I am weak tonight. കർത്താവേ, ഞാൻ ബലഹീനമായിരിക്കുന്നു, എന്നെ ശക്തീകരിക്കണം. Heal me, Lord, that I will be made complete and whole, O God. ഇന്ന് രാത്രി യേശുവേ, അവിടുത്തെ സൗഖ്യം എൻ്റെ മേൽ പകരണം. Meet all my needs, Lord, that I will be full, O God. കർത്താവേ, എൻ്റെ ആവശ്യങ്ങളെ എല്ലാം കർത്താവ് നിറവേറ്റി യേശുവിന്റെ സാന്നിധ്യത്താൽ എന്നെ നിറയ്ക്കും. Give me a day, give me a month, give me a year and years to come, Lord, where I will be debt free, O God. ഈ വരും മാസങ്ങളിൽ, വരും വർഷങ്ങളിൽ കടഭാരമില്ലാത്ത ഒരു വ്യക്തിയാക്കി എന്നെ തീർക്കണമേ യേശുവേ. Jesus, fill me, Lord, honor me, Lord, with double honor of the living God. യേശുവേ, അവിടുന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഇരട്ടി മാന്യത കർത്താവ് എന്നെ ഉടുപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. I pray, O God, that you will open new doors and opportunities for me, my families, and for the dear ones and near ones in India and abroad, oh Father. യേശുവേ, അവിടുന്ന് അസ്വാഭാവികമായ പുതിയ വഴികളും വാതിലുകളും നന്മകളും കർത്താവ് എനിക്കായി അവിടുന്ന് തുറന്നു തരണം. In Jesus' name. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരു അത്ഭുതം Hallelujah, hallelujah.
verse number 1 says, എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിനും മുൻപേ പ്രബോധിപ്പിക്കുന്നു. God's word admonishes us, encourages us to pray. 1 Timothy chapter 2 and verse 1 says, therefore I exhort you first of all that supplications, prayers, intercessions and giving of thanks be made for all men, for kings and for all those who are in authority, that we may lead a quiet and peaceable life in all godliness and reverence. That part is gone from the world. That quietness has gone. That peace that has gone. That's the reason Jesus said, peace I give to you. I live with you. Peace. Shalom. So let's pray for സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ബൈബിൾ നമ്മോട് ആവശ്യപ്പെടുന്നു. അത് എല്ലാറ്റിനും മുൻപേ ആയിരിക്കണമെന്ന് പൗലോസ് ലേഖയ്ക്ക് ലഭിച്ച ആ വെളിപ്പാടിൽ നമ്മളെ ഉറപ്പോട് നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ ഈ രാത്രി നമുക്ക് ഒന്നിച്ച് സ്ത്രീ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സകല മനുഷ്യരും എന്നതിനെ പ്രേയിങ് കേരള കുടുംബത്തിൽ അതിനെ രണ്ടായിട്ട് വിഭജിക്കുന്നു. ഒന്ന് സ്ത്രീ സമൂഹം, രണ്ട് പുരുഷ സമൂഹം. അതിൽ ആദ്യം നമ്മൾ മുൻഗണന നൽകുന്നത് സ്ത്രീ സമൂഹത്തിന്. ഈ രാത്രി നമ്മൾ ഒന്നിച്ച് ഓരോ സ്ത്രീയും പ്രാർത്ഥനാലയമായി മാറേണ്ടതിന് ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ പിതാവേ, ഞങ്ങൾ യേശു കർത്താവിന്റെ നാമത്തിൽ ലോകത്തിലുള്ള സ്ത്രീ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട ഓരോ സ്ത്രീയെയും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ് കർത്താവേ. പരിശുദ്ധാത്മാവേ, ഓരോരുത്തരിലും അവിടുന്ന് പൊരുന്നിരിക്കണമേ. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ ഓരോരുത്തരെയും നിറയ്ക്കണമേ. ഓരോ സ്ത്രീയും യേശു കർത്താവായ സൃഷ്ടിതാവായ ദൈവമായി ഒരാഴമേറിയ ബന്ധത്തിലേക്ക് കടന്നു വരണം കർത്താവേ. ആരും നഷ്ടപ്പെട്ടു പോകുവാൻ സമ്മതിക്കല്ലേ. തകർക്കപ്പെട്ടു പോയ സ്ത്രീകളുടെ ഹൃദയത്തിന്റെ മുറിവുകളെ കർത്താവ് കരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാണനെ തണുപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശിരസ്സുകളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബ ജീവിതങ്ങളിൽ സമാധാനം അവിടുന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശിഥിലമായി പൊക്കൊണ്ടിരിക്കുന്ന കുടുംബ ജീവിതത്തിൽ യേശു കർത്താവേ അവിടുന്ന് പ്രവർത്തിക്കണമേ. കുടുംബങ്ങളിൽ നേരിടുന്ന യുദ്ധങ്ങൾ, മക്കൾ തമ്മിലുള്ള വഴക്ക്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളെ യേശുവെ അവിടുന്ന് നിർത്തൽ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓരോ സ്ത്രീയും എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും പുറത്തു വരട്ടെ. ശാരീരിക രോഗത്തിൽ കൂടെ കടന്നു പോകുന്നവർ ഇന്ന് രാത്രി ഓരോ സ്ത്രീയും യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. അതേ കർത്താവേ, ഇപ്പോൾ തന്നെ തിരുവചനം അയക്കുകയാണ്. Woman thou art loosed. യേശുവിന്റെ നാമത്തിൽ സ്ത്രീയെ നീ സ്വതന്ത്രമാകാ. ഇപ്പോൾ തന്നെ കർത്താവേ, ദുഃഖങ്ങൾ ഉടയട്ടെ. ഓരോ സ്ത്രീയും എല്ലാ അടിമത്തത്തിൽ നിന്നും പുറത്തു വരട്ടെ കർത്താവേ. സ്ത്രീ സമൂഹത്തെ ഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഒറ്റയ്ക്ക് താമസിക്കുന്ന അമ്മമാര്, സഹോദരങ്ങളിൽ കർത്താവേ അവിടുത്തെ സംരക്ഷണം ഉണ്ടാകണം കർത്താവേ. അവിടുന്ന് സൂക്ഷിക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. സാറേ, ഇന്ന് രാത്രി നമുക്ക് ഒന്നിച്ച് വീണ്ടും ചേർന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുമാറാകണം. കഴിഞ്ഞ ദിവസം ഒരു മാതാവ് വിളിച്ചു പറഞ്ഞിരിക്കുന്ന അവരൊരു ആൻറ്റി വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു. ട്യൂമർ ആണോ എന്നുള്ളൊരു സംശയത്തിൽ അവർ കടന്നു പോകുന്നു. അത് കാരണം വളരെയധികം ഭാരവും പ്രയാസവും ഒക്കെ. ഈ വിഷയം പ്രിയങ്കകളിൽ പ്രാർത്ഥിക്കൊണ്ട് അറിയിച്ചു, ചേർന്ന് പ്രാർത്ഥിച്ചു. യേശു അത്ഭുതമായി സൗഖ്യം നൽകി കൊടുത്ത എൻ്റെ റിപ്പോർട്ടുകളെല്ലാം വന്നപ്പോൾ യാതൊരു കുഴപ്പവും ഇല്ല എന്നറിയുവാൻ ഇടയായി. യേശു കൊടുത്ത സൗഖ്യത്തിനും വിടുതലിനും പ്രാർത്ഥിച്ചതിനും എല്ലാവർക്കും നന്ദി അറിയിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി നമ്മൾ ഒന്നിച്ചു ചേർന്ന് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പല പ്രിയപ്പെട്ടവരും ഇപ്പോൾ ഈ രാത്രി പല ഹോസ്പിറ്റലിൽ നിന്നും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. യേശു പൂർണ്ണ സൗഖ്യം ഈ രാത്രി തന്നെ ആ പ്രിയപ്പെട്ടവർക്ക് നൽകി കൊടുക്കണം പ്രാർത്ഥിക്കും. അപ്പോൾ തന്നെ ഭവനങ്ങളിൽ സൗഖ്യമില്ലാതിരിക്കുന്നവരുമുണ്ട്. ദൈവിക വിടുതൽ അവർക്കുണ്ടാകേണ്ടതിന് വേണ്ടിയിട്ട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സാർ പ്രാർത്ഥിച്ചാട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഗമനത്തെ ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കാവുന്ന വാക്ക് പറഞ്ഞ ഞങ്ങളുടെ നല്ല യേശുവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഓരോ വ്യക്തികളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങ് ക്രൂശിൽ തികച്ചെടുത്ത സൗഖ്യത്തെ ഇപ്പോൾ ഓരോരുത്തരിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്ന കർത്താവേ. അവർ എവിടെയായിരുന്നാലും കർത്താവേ, അങ്ങയുടെ സൗഖ്യദായക ശക്തി, ഉടൻ പുറപ്പെടുന്ന അങ്ങയുടെ സൗഖ്യദായ ശക്തി ഓരോരുത്തരെ സ്പർശിക്കട്ടെ കർത്താവേ. അവർ പൂർണ്ണമായി സൗഖ്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. ആശുപത്രി കിടക്കലുകളായിരിക്കുന്നവരെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ കരം അവരെ തൊടട്ട് കർത്താവേ. കിടക്ക വിട്ട് അവർ സൗഖ്യത്തോടെ എഴുന്നേൽക്കട്ടെ കർത്താവേ. ഐസിയുവിലായിരിക്കുന്നവരെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവർ പൂർണ്ണ സൗഖ്യമായി ഭവനങ്ങളിലേക്ക് മടങ്ങട്ടെ കർത്താവേ. അങ്ങേക്ക് അസാധ്യമായിട്ട് ഒരു കാര്യവുമില്ലല്ലോ കർത്താവേ. അവർ പൂർണ്ണമായി സൗഖ്യമാകുവാൻ തക്കോണം അവിടുന്ന് പ്രവർത്തിച്ചതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.
ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു, നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്, ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ദൈവ തിരുവെഴുത്ത് നമുക്ക് നമ്മളോട് ആവശ്യപ്പെടുക ചെയ്യുന്നത്. God's word demands, that each of us, whoever believes in the Lord Jesus, to pray for our nation and the nations around the world. ഈ രാത്രിയിൽ നമ്മൾ ഉറങ്ങാൻ പോകുമ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തികളിൽ, സംസ്ഥാനങ്ങളുടെ ഓരോ മേഖലകളിലും ജോലിയിലായിരിക്കുന്നവരുണ്ട്, പട്ടാളക്കാരുണ്ട്, പോലീസുകാരുണ്ട്, മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്. അവരെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. സനിജ, ഈ സന്ദർഭത്തിൽ നമ്മുടെ തങ്കച്ചായൻ ടെലിഫോണിൽ വരുന്നുണ്ട്. കോൾ ഒന്ന് കണക്ട് ചെയ്യാം. ഹലോ തങ്കച്ചായ. ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു, കേൾക്കുന്നുണ്ട്. താങ്ക് യു തങ്കച്ചായ. നമ്മൾ ഒന്നിച്ച് ഈ രാത്രി പ്രാർത്ഥിക്കും. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും കിടന്ന് ഉറങ്ങാൻ പോകും. പക്ഷേ ഈ രാത്രിയിൽ നമ്മുടെ രാജ്യത്തെ പരിപാലിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഒരുപാട് ജോലിയിലായിരിക്കുന്നവരുണ്ട്, പ്രത്യേകിച്ച് ആരോഗ്യരംഗത്തുള്ളവരുണ്ട്, സൈനിക രംഗത്തുള്ളവരുണ്ട്, പോലീസ് മേഖലയിലുള്ളവരുണ്ട്. ഇന്ന് രാത്രി നമുക്ക് ഒന്നിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുമാത്രമല്ല, ദീർഘദൂര വാഹനങ്ങൾ ഓടിക്കുന്നവരുണ്ട്, ട്രെയിൻ ഓടിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ബസ്സുകൾ, മറ്റു വാഹനങ്ങൾ ഓടിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കണം. പല ബിസിനസ്സുകൾ രാത്രിയിൽ നടക്കുന്നുണ്ട്. ഉദാഹരണം, മീൻ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് ഇന്ന് രാത്രിയിൽ ഒരു 10 മണി കഴിഞ്ഞാൽ ഉടൻ പിന്നെ അവരുടെ ജോലിയുടെ സമയമായി മാറുക. പച്ചക്കറിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഇന്ന് രാത്രി നമുക്ക് ഒന്നിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സോ ഈ രാത്രിയിൽ നമ്മൾ ഉറങ്ങുമ്പോഴും രാത്രിയിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. സനിജ, നമ്മൾ പ്രാർത്ഥിക്കണം. ആരോഗ്യരംഗത്തുള്ള ആ നേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം, ആ പാരാമെഡിക്സിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ വ്യക്തിക്ക് വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ ഒരുപാട് വിഷമങ്ങളിലൂടെ നമ്മുടെ രാജ്യം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലായിടത്തും ദൈവത്തിൻ്റെ സമാധാനവും യേശുവിൻ്റെ ഇടപെടലും നമ്മുടെ രാജ്യം ഭക്ഷ്യസമൃദ്ധിയുള്ള ഒരു രാജ്യമായി മാറണം. വേണ്ട സനിജയ, ഞാൻ സ്വപ്നം കാണുന്നൊരു കാര്യമുണ്ട്. ക്യാൻസർ രോഗികളില്ലാത്ത ഒരു ഇന്ത്യ ഉളവായി കാണുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അത് ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന ഈ തലമുറയിൽ അവിടുന്ന് സാധിപ്പിച്ചു തരണമേ. കോവിഡ് രോഗത്തിൻ്റെ പിടിയിൽ നിന്ന് ഇന്ത്യ 100% വിമോചനം അനുഭവിക്കുന്നത് കാണുവാൻ നമ്മൾക്ക് പ്രാർത്ഥിക്കാം. യേശു അതിശയകരമായി പ്രവർത്തിക്കും. ഇന്ന് രാത്രി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തങ്കച്ചായൻ പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ, പ്രേക്ഷക കുടുംബാംഗങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് അവർക്ക് സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. പങ്കെടുക്കുന്ന ഓരോ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ രാജ്യത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. രാജ്യത്തിന്റെ ഭരണാധികാരികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ രാത്രിയിൽ ജോലി ചെയ്യുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ രാജ്യത്തിന്റെ അതിർത്തികളിൽ കർത്താവെ കാവൽ നിൽക്കുന്ന പട്ടാളക്കാരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ട കർത്താവെ. അതുപോലെ പോലീസുകാരുണ്ട് കർത്താവെ, ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്. അതുപോലെ രാത്രി പല രീതിയിലുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട് കർത്താവെ. അതുപോലെ രാത്രി യാത്ര ചെയ്യുന്നവരുണ്ട് കർത്താവെ. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ രാത്രിയിൽ സെക്യൂരിറ്റി നിൽക്കുന്നവർക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അതുപോലെ കർത്താവെ, ജീവിതത്തിന്റെ പല മേഖലയിൽ കർത്താവെ ഈ രാത്രിയിൽ കർത്താവ് ഉറക്കമില്ലാതെ പല പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് കർത്താവെ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രയാസങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറി എന്റെ കർത്താവ് ഈ രാത്രിയിൽ അവർക്ക് നല്ലതായി ഉറക്കം കൊടുത്ത് കാത്തു പരിപാലിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. സകല മേഖലയും അവിടെ അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് കർത്താവെ, ഹോസ്പിറ്റലിലായിരിക്കുന്നവര്, ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി നോക്കുന്നവര് എല്ലാവരുടെയും മറച്ച് അനുഗ്രഹിക്കണം. എന്റെ കർത്താവ് അനുഗ്രഹിക്കുന്നവർക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. താങ്ക് യു തങ്കച്ചായ. ടെലിഫോണിൽ വന്ന് പ്രാർത്ഥന പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ലിസിൻ്റെ നമുക്ക് ഒന്നിച്ച് ഇന്ന് രാത്രി പ്രത്യേകിച്ച് നമ്മുടെ കാരിങ്ങിലായിരിക്കുന്ന അനേകം സഹോദരിമാരുണ്ട്. അവർക്ക് വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കണം. അവരുടെ ഉദരത്തിൽ വളർന്ന കുഞ്ഞുങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ തക്ക സമയം നല്ല നോർമൽ ഡെലിവറി അവർക്ക് ലഭിച്ച് ആരോഗ്യമുള്ള കുഞ്ഞിനെ ദൈവം അവർക്ക് കൊടുത്ത് ആ കുടുംബത്തെ അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പോൾ തന്നെ ആ സ്കാനിങ്ങിലൊക്കെ ചില പ്രോബ്ലംസ് ആ കുഞ്ഞുങ്ങൾക്കുണ്ട് എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞതിൽ വളരെയധികം മാനസികമായ പ്രയാസങ്ങളിലൊക്കെ കടന്നു പോകുന്നുണ്ട്. കാരിങ് സ്റ്റേജ് വളരെ ശാരീരികമായ പ്രയാസങ്ങളിലേക്ക് കടന്നു പോകുന്നുണ്ട്. ഇന്ന് രാത്രി നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. കാരിങ്ങിലായിരിക്കുന്ന ഓരോ സഹോദരിമാർ ദൈവിക സൗഖ്യം വിടുതൽ അവർ അനുഭവിക്കുമാട്ടെ. അപ്പോൾ തന്നെ വിവാഹ ജീവിതത്തിൽ ദീർഘവർഷങ്ങളുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, അതിൻ്റെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം ആ കുടുംബങ്ങളെ അനുഗ്രഹിക്കുമാറാട്ടെ. ഇന്ന് രാത്രി കരങ്ങൾ ദൈവത്തിനെ ഉയർത്തി നാം ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഗർഭിണികളായ കുഞ്ഞുങ്ങളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, ഉദരഫലം അങ്ങയുടെ ദാനമാകയാൽ ഇന്ന് രാത്രികാലം കർത്താവെ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും കർത്താവെ എല്ലാ ഭാരങ്ങളിൽ നിന്നും അവരെ വിടുവിക്കേണ്ടതിനായി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പൂർണ്ണ ആരോഗ്യം, പൂർണ്ണ വളർച്ചയെത്തിയ ഒരു തലമുറ പുറത്തു വരേണ്ടതിന് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുക കർത്താവെ. അതുപോലെ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുക. അവരുടെ എല്ലാ കർത്താവെ കേടുകളെയും പോക്കുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ അത്ഭുത കരം ഇന്ന് രാത്രിയിൽ അവരെ ഒന്ന് മെനയുവാനിടയാകട്ടെ.
പുതിയ ജനനത്തിന് വേണ്ട അതേ കർത്താവെ അനുകൂലമായ സാഹചര്യം അവരുടെ ഉള്ളത്തിൽ വെളിപ്പെടേണ്ടതിന് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവെ. തടസ്സങ്ങൾ മാറിപ്പോകട്ടെ, അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ ഉണ്ടാകുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇപ്പോൾ ജനിച്ച കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കേടുകളെ പോക്കി ശുദ്ധത വരുത്തി പൂർണ്ണ ആരോഗ്യവും സൗഖ്യവും ജീവിതത്തിൽ നിലനിൽക്കേണ്ടതിന് അനുഗ്രഹിക്കപ്പെട്ട ഭാവി അവർക്ക് ഒരുക്കേണ്ടതിന് ഞങ്ങൾ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു അത് ചെയ്തിരിക്കാൻ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥിച്ചു. 1 തിമോഥെയോസ് 2:1-2 വായിക്കുന്നത് സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ബൈബിൾ നമ്മോട് ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ ദിവസം ആ കൂട്ടത്തിൽ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അറിയിച്ച അദ്ദേഹത്തിന് ഹാർട്ടിന് കംപ്ലൈൻ്റ് ആയിട്ട് വളരെ പ്രയാസങ്ങളായിരുന്നു. കർത്താവിൻ്റെ അത്ഭുതകരമായ സൗഖ്യം അദ്ദേഹം അനുഭവിക്കുന്നു. വീണ്ടും വേറൊരാൾ അറിയിക്കുന്നത് പിതാവ് ലിവർ ഫങ്ഷൻ പ്രോബ്ലംസ്, തൈറോയിഡിൻ്റെ പ്രയാസങ്ങളിലൂടെ ഒക്കെ പോവുകയായിരുന്നു. പ്രേംകളെ ചേർന്ന് പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഡോക്ടറിനെ കണ്ടപ്പോൾ എല്ലാത്തിലും സൗഖ്യം അനുഭവിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അയൽവക്കത്തുള്ള 13 വയസ്സുള്ള അലന് ലങ്സിലും നട്ടലിലും ക്യാൻസർ ഐസിയുവിലായിരുന്ന വേളയിൽ ഡോക്ടേഴ്സ് കൈവിട്ടപ്പോഴാണ് പ്രേംകളെ ചേർന്ന് പ്രാർത്ഥിച്ചാൽ യേശു പ്രവർത്തിക്കുമെന്നുള്ളത് അവർക്ക് ബോധ്യമായി. അവർ ചേർന്ന് പ്രാർത്ഥിച്ചു. ഐസിയുവിൽ നിന്നൊക്കെ മാറ്റി ഇപ്പോൾ വീട്ടിൽ വന്നു ആരോഗ്യത്തോടെ ആയിരിക്കുന്നു. ഈ രാത്രി ഓരോ ആണും അനുഗ്രഹിക്കപ്പെടേണ്ടതിന് നമ്മൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ഓരോ ആൺമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അമ്മയുടെ ഉദരത്തിലുണ്ടായ കുഞ്ഞു മുതൽ വലിയപ്പച്ചനെ വരെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും യേശു ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടായി തീരട്ടെ. ഓരോരുത്തരും ദൈവത്തിൻ്റെ പ്രാർത്ഥനാലയമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് വേണ്ടി ഇടിവിൽ നിന്നും ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മക്കളായി തീരട്ടെ. കർത്താവെ, വളരെ പ്രയാസത്തോടെ രോഗത്തോടെ കടന്നു പോകുന്ന അനേകം മക്കളുണ്ട്. ക്യാൻസറാൽ ഭാരപ്പെടില്ല നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സൗഖ്യത്തെ അവരുടെ മേൽ ഞങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ അഡിക്ഷനാൽ ഭാരപ്പെടുന്നവരുണ്ട്, അവർക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപയും സമാധാനവും ഓരോ മക്കളുടെ മേലും ഉണ്ടായിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദിവസവും രാവിലെ 6 മുതൽ 7 വരെ ഹാർവസ്റ്റ് ടിവിയിലൂടെ കഴിഞ്ഞ 8 വർഷങ്ങൾ കഴിഞ്ഞു. പ്രൈം കേരള കുടുംബം പ്രാർത്ഥനയും ആരാധനയും എത്രയോ ലക്ഷം ആളുകൾക്ക് നമുക്ക് അനുഗ്രഹമായി തീരാൻ സാധിച്ചു. ഹാർവസ്റ്റ് കേരളത്തിലൂടെ എല്ലാ ദിവസവും വൈകിട്ട് 7 മുതൽ 8 വരെയും മാത്രമല്ല എല്ലാ മാസവും 2ാമത്തെ ആഴ്ചയിൽ പ്രൈം കേരള കുടുംബത്തിൽ നിന്ന് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയും വരുന്നു. അത് സിനിമ പറയുന്നതിന് മുൻപായിട്ട് എണ്ണയും വെള്ളവും ദൈവതിരുവെഴുത്തിന് പ്രകാരം നാം എടുത്ത് പ്രാർത്ഥിച്ച് അത് അനുഭവിക്കുക. കർത്താവിൻ്റെ സൗഖ്യവും നന്മയും നമ്മൾ അനുഭവിക്കാനിടയാകും. അതേ സമ്പ്രദായം നമ്മൾ എല്ലാ മാസത്തിൻ്റെയും 2ാമത്തെ ആഴ്ചയിലെ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളാണ് നമ്മുടെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നത്.
ഈ വരുന്ന ആഴ്ചയല്ല നമ്മുടെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നത്. അതായത് 11, 12, 13 തീയതികളിൽ രാവിലെ 6 മുതൽ 7 വരെ ഹാർവസ്റ്റ് ടിവിയിലൂടെ പ്രാർത്ഥന ഉണ്ട്. അതിനുശേഷം പകൽ 11 മുതൽ 12 വരെയുള്ള സമയത്ത് ഹാർവസ്റ്റ് ടിവിയിൽ, അപ്പോൾ തന്നെ യൂട്യൂബിലൂടെയും ആ തത്സമയമായിട്ട് ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരിക്കും. അനുജത്തിയുടെ മകൻ മസ്കറ്റിൽ വെന്റിലേറ്ററിലായിട്ട് 12 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് അദ്ദേഹത്തെ കൈവിട്ടു. ഈ വിഷയം അപ്പോൾ അവർക്ക് പ്രേംകേള ചേർന്ന് പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന യേശു ഉണ്ടെന്ന് ആരോ അവരോട് മസ്കറ്റിൽ അറിയിച്ചു. അവർ ചേർന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് അറിയിച്ചു. നമ്മൾ ചേർന്ന് പ്രാർത്ഥിച്ചു. യേശു അത്ഭുത സൗഖ്യം നൽകിക്കൊടുത്തു. യേശു നൽകുന്ന, യേശുവിൽ അർപ്പിച്ച ആ വിശ്വാസത്തിന്റെ അടയാളമായി ആ പദാർത്ഥങ്ങളുടെ മേൽ കരങ്ങൾ വെച്ച് നാം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, യേശുവിലുള്ള വിശ്വാസത്തിന് അടയാളമായിട്ട് കർത്താവെ, ഞങ്ങളെ എണ്ണയ്ക്കും മീതെ വെള്ളത്തിനും മീതെ ഞങ്ങൾ കരം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ എണ്ണ പുരട്ടുന്ന ഓരോ രോഗിയും അത്ഭുതകരമായിട്ട് സൗഖ്യം പ്രാപിക്കട്ടെ. വെള്ളം പാനം ചെയ്യുന്ന ഓരോ വ്യക്തികളും യേശു കർത്താവിന്റെ ജീവിക്കുന്ന സാന്നിധ്യത്താൽ നിറയട്ടെ. ഡോക്യുമെന്റ്സിന് മേൽ ഞങ്ങൾ കരം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവേ, അവിടുത്തെ വലിയ അത്ഭുതങ്ങൾ ഓരോ കുടുംബങ്ങളിൽ നടക്കട്ടെ. സാമ്പത്തിക മേഖല അനുഗ്രഹിക്കപ്പെടട്ടെ. വരുമാന മാർഗങ്ങൾ യേശുവിൻ നാമത്തിൽ തുറക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സാമ്പ്രദായം ഇന്ന് പകലിൽ പ്രേംകേളയിലേക്ക് പ്രാർത്ഥനാ വിഷയം അറിയിച്ച കുടുംബാംഗങ്ങളെ ആ പ്രാർത്ഥനാ വിഷയങ്ങളായത് നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. ഓരോ വ്യക്തിക്ക് വേണ്ടി യേശു അത്ഭുതം പ്രവർത്തിക്കും. അതിൽ ഏറ്റവും മുകളിലിരിക്കുന്ന വൻകുടലിൽ 20 മുഴകളാൽ വിഷമിക്കുന്ന ഒരു ബിന്ദുവിന്റെ വിവരമായി ഏറ്റവും മുകളിലിരിക്കുന്ന നമുക്ക് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം. കർത്താവേ, യേശു ക്രൂശിൽ തികച്ചെടുത്ത സൗഖ്യത്തെ ഈ വ്യക്തികളിലേക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ ഞങ്ങൾ കൊണ്ടുവരുന്നു. യേശുവിന്റെ രാജ്യം അവരിൽ ഓരോരുത്തരിലും വാഴട്ടെ. ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാത്തവരുണ്ട്. ഇന്ന് രാത്രി എല്ലാവർക്കും സുഖകരമായി ഉറക്കം നൽകണമേ. വിവിധ ആവശ്യങ്ങളിലായിരിക്കുന്നവരുണ്ട്. അതിശയകരമായി അവിടുന്ന് പ്രവർത്തിക്കും. കടഭാരങ്ങൾ മാറട്ടെ, ആകുലതകൾ മാറട്ടെ. യേശുവിന്റെ സമൃദ്ധമായ ജീവൻ ഞങ്ങൾ ഓരോരുത്തരും അനുഭവിക്കട്ടെ. ഭവനങ്ങൾ, വാഹനങ്ങൾ, കൃഷിയിടങ്ങൾ, ബിസിനസ്സുകൾ, മൃഗസമ്പത്ത് എല്ലാം അവിടുന്ന് പരിപാലിക്കും. യേശുവിൻ നാമത്തിൽ കൂടെ